വെറുമൊരു വിനോദോപാധി മാത്രമല്ലെന്നും അതിന് ശക്തമായ രാഷ്ട്രീയം സംസാരിക്കാനും കാലഘട്ടത്തെ അടയാളപ്പെടുത്താനും കഴിയുമെന്ന് കാട്ടിത്തന്ന ചലച്ചിത്രകാരനായിരുന്നു MT വാസുദേവൻ നായർ. ആ അനശ്വര പ്രതിഭയ്ക്ക് കൃതജ്ഞതയർപ്പിച്ച് വെള്ളിത്തിരയുടെ ആദ്യ ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. നമുക്കറിയാം, സാഹിത്യത്തിലും സിനിമയിലും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച MTയുടെ ഓരോ കഥകളും ഓരോ സിനിമയും പല കാലങ്ങളിലെ മലയാളി സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ്. MT സംവിധാനം ചെയ്ത 7 സിനിമകളും കഥയോ തിരക്കഥയോ രണ്ടുമോ ചെയ്ത 54 സിനിമകളും ഉണ്ട്. ഇവിടെ നമ്മൾ തിരക്കഥയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ച 4 സിനിമകൾ പരിചയപ്പെടുന്നു. ഒരു വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. 1989 MT തിരക്കഥ എഴുതി ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരഗാഥ പുറത്തിറങ്ങുന്നത്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. മലയനോട് തൊടുത്തു മരിച്ച എന്റെ അച്ഛൻ ആദ്യം തന്നെ എന്നെ തോൽപ്പിച്ചു. സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ കൈവറച്ച ഗുരുനാഥൻ പിന്നെ തോൽപ്പിച്ചു. പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ മോഹിച്ച പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം സത്യം വിശ്വസിക്കാത്ത ചങ്ങാതിയും തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും ബാക്കി. തലമുറകളായി പാടിപ്പതിഞ്ഞ വടക്കൻ പാട്ടുകളുടെ പൊളിച്ചെഴുത്തുമായി എത്തിയ ചിത്രം ചതിയൻ എന്ന മുദ്ര പേറിയ ചന്തു എന്ന കഥാപാത്രത്തിന് പുതിയ മാനം പകർന്നു. ആയോധന കലകളുടെ പ്രയോഗങ്ങളും ദൃശ്യഭംഗിയും മൂർച്ചയേറിയ സംഭാഷണങ്ങളും പശ്ചാത്തലമാക്കി മനുഷ്യവികാരങ്ങളുടെ മുഴുവൻ ഭാവങ്ങളിലൂടെ സിനിമ സഞ്ചരിക്കുന്നു. SK പൊറ്റക്കാട്ടിന്റെ കടത്തുതോണി എന്ന ചെറുകഥയെ ആസ്പദമാക്കി MT തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 1991 പുറത്തിറങ്ങിയ സിനിമയാണ് കടവ്. ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നതും MT തന്നെയാണ്. അനാഥനായ കൗമാരക്കാരനായ രാജുവാണ് കടവിലെ മുഖ്യ കഥാപാത്രം. ബീരാനിക്ക എന്ന കടത്തു തോണിക്കാരനെ സഹായിയായ അവൻ അതിനിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവൾ അവനെ തന്റെ സ്വന്തം ദേശമായ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ രാജു ആ ക്ഷണം നിരസിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെൺകുട്ടിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ആഭരണം രാജുവിന്റെ കയ്യിൽ കിട്ടുന്നു. അത് തിരികെ നൽകാൻ അവൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. ദിവസങ്ങൾ നീണ്ട തിരച്ചിലിനൊടുവിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. എന്നാൽ രാജുവിനെ അറിയില്ലെന്നും ആഭരണം തന്റേതല്ലെന്നുമാണ് പെൺകുട്ടി പറയുന്നത്. നിരാശനായ രാജു കടത്തുവള്ളത്തിലേക്ക് മടങ്ങുന്നു. ഞാനാന്ന് കടവ് കടത്തി വിട്ടത് ഓർമ്മയില്ലേ? ഏത് കടവ്? ഇതൊന്ന് മണല് വീണ് എനിക്ക് കിട്ടി. ഭാഗ്യം, ഞാനെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആരാട് രാവിലെ തന്നെ? എന്താ? ഒന്നുമില്ല. പുഴയെ പോവാത്തത് ഭാഗ്യം, മണലിലായോണ്ട് കിട്ടി. ഞാൻ കടവത്തുനിന്ന് പോന്നു. ഏത് പുഴ? ഏത് കടവ്? എന്റെ അല്ല, കൊണ്ടുപോയിക്കോളൂ. MTയുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ ചിത്രമാണ് സതയം. 7 നിറങ്ങളിൽ എഴുതിയ രാജകുമാരി. അരഞ്ഞാൻ ചരടോ അത്തിയിലയോ കൂടി വേണ്ട ഇപ്പോഴത്തെ കൊട്ടാരങ്ങളിലെ അലങ്കാരത്തിന് അവൾക്ക്. മോളുറങ്ങണം, പേടി കൂടാതെ ഉറങ്ങണം. ഞാൻ പാടിത്തരും. കുടുംബ സാഹചര്യം മൂലം വേശ്യാവൃത്തിയിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുള്ള 2 പെൺകുട്ടികളെ ആ അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കുവാനായി കൊല ചെയ്യുകയും കോടതി വിധി പ്രകാരം നായകനെ തൂക്കിലേറ്റുകയും ചെയ്യുന്ന
സംഘർഷഭരിതമായ കഥാസന്ദർഭങ്ങളാണ് ഈ സിനിമയിലുടനീളം. ഒരുപക്ഷെ MTയുടെ തിരക്കഥകളിൽ ഏറ്റവും ഹൃദയസ്പർശിയായതെന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണ് ഹരിഹരന്റെ സംവിധാനത്തിൽ 1994 പുറത്തിറങ്ങിയ പരിണയം. ആണുങ്ങൾക്ക് എത്ര വിവാഹം വേണമെങ്കിലും കഴിക്കാവുന്ന നമ്പൂതിരി സമുദായത്തിലെ ഒരു വൃദ്ധന്റെ മൂന്നാം വേളിയായി എത്തുന്ന ഉണ്ണിമായ. കല്യാണം കഴിഞ്ഞ് ഏറെ കഴിയും മുമ്പ് അയാൾ മരിക്കുന്നു. വിധവയായ ഉണ്ണിമായ ഗർഭിണിയാവുന്നു. അതിന്റെ പേരിൽ അവൾ വിചാരണ ചെയ്യപ്പെടുന്നു. ഉണ്ണിമായ വീട്ടിൽ നിന്നും സമുദായത്തിൽ നിന്നും ഭ്രഷ്ടയാവുന്നു. ആണുങ്ങളുടെ പരസ്ത്രീ ബന്ധങ്ങളും ബഹുഭാര്യത്വവും വളരെ സ്വാഭാവികമാകുമ്പോൾ പെണ്ണിന്റെ വിവാഹേതര ബന്ധം വലിയ കുറ്റമാവുകയും അതിനവളെ കഠിനമായി ശിക്ഷിക്കുകയുമാണ് ഇവിടെ. പുരുഷാധിപത്യത്തിന്റെ കാർക്കശ്യത്തിൽ ഇരുൾ മൂടിയ ഇടനാഴികളിൽ പ്രതിഷേധിക്കാൻ ത്രാണിയില്ലാതെ ഭ്രഷ്ടയാക്കപ്പെടുന്ന ഉണ്ണിമായ എന്നും കാഴ്ചക്കാരന്റെ മനസ്സിലെ നീറ്റലാണ്. അങ്ങനെ മലയാള സിനിമയെ കേരളത്തിന്റെ സാംസ്കാരിക അന്തരീക്ഷത്തോടെ ചേർത്ത് നിർത്തിയ MT കഥാവശേഷനാകുമ്പോൾ ഉജ്ജ്വലമായൊരു യുഗം തന്നെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട MTക്ക് ഒരിക്കൽ കൂടി യാത്രാമൊഴി.